പത്രോസ് അവന്റെ അടുക്കൽ വന്നു. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല, 70 വട്ടമെന്ന് അവനോട് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, എത്ര വട്ടം ക്ഷമിക്കണം? എത്ര ക്ഷമിക്കണം? ഇത് നമ്മുടെയൊക്കെ ഒരു ചോദ്യമാണ്. പീറ്റർ ചോദിക്കുകയാണ്, എങ്ങനെ ക്ഷമിക്കണം? എത്ര വട്ടം ക്ഷമിക്കണം? യേശു പറഞ്ഞു 70 വട്ടം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളിത് ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കൂടുതൽ ആഴമായി ശ്രദ്ധിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ കണക്ക് കൂട്ടിക്കാണും. 7 × 70 490. 490 പ്രാവശ്യം ക്ഷമിക്കണം എന്നാണോ യേശു പറഞ്ഞത്? അതോ 70 തവണ ക്ഷമിക്കണം എന്നാണോ യേശു പറഞ്ഞത്? എന്താണ് ക്ഷമയുടെ കണക്ക്? ഇന്ന് ഈ തിരുവത്താഴത്തിൻ്റെ മുൻപിൽ, തിരുമേശയുടെ മുൻപിൽ ഒരു കാര്യം ഈ എൻറ്റയർ ദ ക്രൗഡിനെ നോക്കി, മുഴുവൻ ആളുകളെ നോക്കി ഞാൻ പറയുന്നു, നാം എല്ലാവരും ക്ഷമിക്കപ്പെട്ടവരാണ്. നാം എല്ലാവരും ക്ഷമിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ്, അവൻ നമ്മുടെ ദോഷങ്ങളെ കണക്കിടാതിരുന്നത് കൊണ്ടാണ്, അവൻ നമ്മുടെ കുറവുകൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുവാൻ കഴിഞ്ഞത്. എല്ലാവരും വാ തുറന്ന് പറഞ്ഞ്, നാം ക്ഷമിക്കപ്പെട്ടവരാണ്. ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ്. എന്നാൽ സഹോദരനോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയായിരിക്കണം? ഇതിന് യേശു കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതാണ് 23 മുതലുള്ള വാക്യം. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. എന്നോട് ക്ഷമ തോന്നണമേ എന്ന് പറഞ്ഞു, ഞാൻ സകലവും തന്നു തീർക്കാം. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. 28-ാം വാക്യം പറയുന്നു, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചവൻ്റെ കൂട്ടുദാസനെ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കായകയാൽ ആ കടമൊക്കെയും ഞാൻ ഇളച്ചു തന്നല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഒന്ന് അടുത്തിരിക്കുന്ന ആളിനൊന്ന് കൈ കൊടുത്തിട്ട് പറയണം, എന്നോട് ദൈവത്തിന് കരുണ തോന്നിയതുപോലെ നിന്നോടും എനിക്ക് കരുണ തോന്നണം. ഹല്ലേലൂയ. 10,000 രൂപ കടം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാൾ മേടിച്ചു. അപ്പോ ഇവൻ കടം വാങ്ങിയ ആള് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് ആ 10,000 രൂപ തിരിച്ചു തരണ്ട, നിന്റെ കടം ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ഇനി നീ എനിക്ക് ആ പൈസ തിരിച്ചു തരണ്ട, ഗോഡ് ബ്ലെസ് യു. ഇവൻ തിരിച്ചു പോകുമ്പം ഈ 10,000 രൂപ കടം ഇളച്ച് കിട്ടിയവൻ തിരിച്ചു പോകുമ്പം ഇവന്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം മേടിച്ചവനെതിരെ വരുന്നു.
ഇവന്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം മേടിച്ചവൻ എതിരെ വന്നപ്പം നിന്നെ ഞാൻ കുറേ നാളായി തപ്പി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിന് കയറി പിടിച്ചു. അവന്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ കാശ് തന്നേക്കണം എന്ന് അവൻ പറയുന്നു. മര്യാദയ്ക്ക് എൻ്റെ കാശ് തന്നേക്കണം എന്ന് ഇവൻ പറയുന്നു. ഇവരെ രണ്ടുപേരെയും ഒരുപോലെ ദൈവം തൻ്റെ സന്നിധിയിൽ നിർത്തിയിട്ട് ചോദിക്കുന്നു, നീ ഒരു ദുഷ്ടനല്ലേ? നിനക്ക് മനസാക്ഷിയുണ്ടോ? നിന്റെ 10,000 രൂപ കടം ഞാൻ ഇളച്ചു തന്നിട്ട് നീ ആ 100 രൂപ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചവൻ്റെ കഴുത്തെ പിടിച്ച് ഞെക്കിയത് ശരിയാണോ? 10,000 രൂപയുടെ കടം എനിക്ക് നിന്നോട് ക്ഷമിക്കാമെങ്കിൽ ആ 100 രൂപയുടെ കടം അവനോട് ക്ഷമിച്ചൂടെ? കർത്താവേ, എൻ്റെ ഇത്രയും പാപങ്ങളും എൻ്റെ ഇത്രയും കുറവുകളും എൻ്റെ ഇത്രയും ദോഷങ്ങളും നിനക്കെന്നോട് ക്ഷമിക്കാമെങ്കിൽ എന്നോട് എന്തോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, എന്തോ ഒരു നോട്ടത്തിൻ്റെ പേരിൽ, എന്തോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ പിണങ്ങിയിരിക്കുന്ന ആ മനുഷ്യനോട്, ആ സഹോദരിയോട്, ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലേ? ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അധികം കടങ്ങൾ എനിക്ക് ഇളച്ചു തന്ന എൻ്റെ ദൈവം, അധികം കടങ്ങൾ വിമോചിപ്പിച്ച എൻ്റെ ദൈവം എന്നോട് ഈ ചെറിയ കണക്ക് ചോദിക്കില്ലേ? ഹല്ലേലൂയ. വാട്ട് ഈസ് ദ ഫോർഗീവ്നെസ്? എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമ ഒരു വിട്ടയക്കലാണ്. നടപടികൾ സ്വീകരിക്കുന്നതോ നടപടികൾ എടുക്കുന്നതോ അല്ല. Freely you have received, freely give. That is forgiveness. What is the meaning of forgiveness? Forgive. Can you please say that word here? Forgive. The forgive mean freely you have received, freely give. നിനക്ക് സൗജന്യമായി ലഭിച്ചത് നീ സൗജന്യമായി കൊടുക്കുന്നതാണ് forgiveness അഥവാ ക്ഷമ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചത്, ദൈവം നിങ്ങളുടെ അനവധി പാപങ്ങളെ നിങ്ങളോട് പൊറുത്തത് നിങ്ങൾ എന്ത് ദൈവത്തിന് കൊടുത്തിട്ടാണ്? സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുന്ന ഒന്നാണ് ക്ഷമ. നേർച്ച കാഴ്ചകൾ നടത്തിയത് കൊണ്ടോ നിങ്ങളുടെ പാപങ്ങൾ യേശു ക്ഷമിച്ചത്, നിങ്ങളുടെ കുറവുകൾ ദൈവം ക്ഷമിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോടോ പറഞ്ഞ ഏതോ ഒരു വാക്ക് നിമിത്തമല്ലേ ആ വ്യക്തി നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്? നമ്മുടെ ഏതോ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന പിഴവല്ലേ ബന്ധങ്ങൾ പലതും നമ്മളിൽ നിന്ന് ശിഥിലമായി പോയത്? നമ്മൾ എവിടെയോ കാണിച്ച ചില എടുത്തുചാട്ടങ്ങളല്ലേ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും ബന്ധുക്കൾ ശത്രുക്കളായതും മിത്രങ്ങൾ ശത്രുക്കളായതും ബന്ധങ്ങൾ ബന്ധനങ്ങളായതും? എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് ആ നിലയിൽ പെരുമാറിയിരുന്നു എങ്കിൽ എത്രയോ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കാതെ ഇരുന്നു. എന്തെല്ലാം പാപങ്ങൾ മുൻകാലങ്ങളിൽ കർത്താവിലേക്ക് നിങ്ങൾ വരുന്നതിന് മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തു. ദൈവത്തിലേക്ക് വന്നതിന് ശേഷവും എത്രയോ തെറ്റുകളും കുറവുകളും നിങ്ങളിൽ സംഭവിച്ചു കാണും. ഇതെല്ലാം നിങ്ങളെപ്പോലെ ദൈവം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ഇതെല്ലാം ഓർത്തിരുന്ന് ഇതിൻ്റെ പുറകെ ഒരു വടിയുമായി ദൈവം നടന്നിരുന്നെങ്കിൽ അടി കൊള്ളാനല്ലേ നേരം കാണുള്ളായിരുന്നു. അപ്പോൾ ക്ഷമ എന്താണ്? 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 താലന്ത് കടം മേടിച്ചവനോട് ക്ഷമിക്കുന്നു, അവനെ വിട്ടയക്കുന്നു, നടപടികൾ കൈക്കൊള്ളുന്നില്ല. അതാണ് മത്തായി 18:35 യേശു പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ദൈവം എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണോ? പറ. ദൈവം എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണോ? ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവം എൻ്റെ പിഴവുകളെ എന്നോട് പൊറുക്കണമെങ്കിൽ
എൻ്റെ സഹോദരനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ കാണിക്കുന്ന എൻ്റെ മനോഭാവം എന്താണോ ആ അളവുകോലിലാണ് ദൈവം എന്നോടും ക്ഷമിക്കുന്നത്. അത് യേശു തൻ്റെ പ്രാർത്ഥനയിലും പഠിപ്പിച്ചു. യേശു തൻ്റെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ അവരുടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ മത്തായി 6:12 യേശു പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. എൻ്റെ കടക്കാരനോട് ഞാൻ എങ്ങനെ ക്ഷമിച്ചിരിക്കുന്നുവോ, എനിക്കിട്ട് പണി തന്ന ആളിനോട് ഞാൻ എങ്ങനെ പൊറുത്തിരിക്കുന്നുവോ, അതേ അളവുകോലിൽ ദൈവം എന്നോടും ക്ഷമിക്കുകയാണ്. ഞാനിനി നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ചില വിഷയങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, എത്ര പ്രാർത്ഥിച്ചിട്ടും പൊട്ടാത്ത ചില ബന്ധനങ്ങളുണ്ട്. എത്ര ഉപവസിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങളുണ്ട്. എത്ര കരഞ്ഞു കൂവിയിട്ടും മുന്തിയ പാസ്റ്റർമാരെ കൊണ്ടുവന്ന് തലയ്ക്ക് പിടിപ്പിച്ചിട്ടും അഴിയാത്ത കേസുകളുണ്ട്. ഇത് അഴിയപ്പെടണമെങ്കിൽ, ആ ഒരു ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ, what is the freedom? The freedom to let go. നിങ്ങൾ ചിലത് വിടുന്നത്, നിങ്ങൾ മുറുക്കി പിടിച്ച ചിലത് നിങ്ങൾ വിടുമ്പോഴാണ് നിങ്ങൾ ഫ്രീ ആകുന്നത്. ഞാൻ ഈ ഹാൻഡ്കർച്ചീഫ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഇത് ഒരാളോടുള്ള അക്ഷമയാണ്, അൺഫർഗീവ്നെസ് ആണ്. ക്ഷമിക്കില്ല അവനോട്, പൊറുക്കില്ല അവൻ എന്നോട് പറഞ്ഞു, മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ ഹൃദയമാണെന്ന് കൂട്ടിക്കൊള്ളുക. എൻ്റെ ഹൃദയത്തിൽ നിറയെ, ഈ കയ്യിൽ ഈ ഹാൻഡ്കർച്ചീഫ് ഇരിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ നിറയെ ആ വ്യക്തിയോടുള്ള പകയും വിദ്വേഷവും നിറഞ്ഞിരിക്കുന്നിടത്തോളം ഐ ആം നോട്ട് ഫ്രീ. മൈ മൈൻഡ് ഈസ് നോട്ട് ഫ്രീ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞാട്ടെ, സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഐ ആം നോട്ട് ഫ്രീ. ഈ സമയത്ത് ഇത് എൻ്റെ കരമാണെന്ന് തന്നെ കൂട്ടണം. പക്ഷെ നിങ്ങളുടെ ഭാവനയിൽ ഇതിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരാളോടുള്ള കയ്പ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് ഇവിടെ ഒരു ആർക്കോ കുഞ്ഞ് ജനിച്ചു. ആ സമയത്ത് ഒരു സ്വീറ്റുമായിട്ട്, ലഡുവുമായിട്ട് ഒരാൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്കെങ്ങനെ ആ ലഡു എടുക്കാൻ പറ്റും ഇതെൻ്റെ കയ്യിലിരിക്കുമ്പോൾ? ഞാൻ ചിലത് വിടാതെ എൻ്റെ കയ്യിലേക്ക് ദൈവത്തിന് ചിലത് തരാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഒരു പള്ളിയിലിരിക്കുകയാണ്, ഒരു ദൈവാലയത്തിൽ. The Gospel of John chapter 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിലാണ് ഈ സംഭവം ഞാൻ കാണുന്നത്. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. യേശു ഒരു പള്ളിയിൽ ചെന്നിരിക്കുകയാണ്. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു. അവൻ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി.
യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക. നിന്റെ പാപങ്ങളെ, നിന്റെ അകൃത്യങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നില്ല. പോക. ഇനി നീ പാപം ചെയ്യരുത്. ഇനി ഈ മൂമെന്റ് ഒന്ന് കേൾക്കണം. ആർ യു റെഡി? ഇതൊരു പള്ളിയാണ്, ഇതൊരു ചർച്ചാണ്. അധികാലത്ത് യേശു പിന്നെയും ദേവാലയത്തിൽ ചെന്നു. അപ്പം റെഗുലറായി പള്ളിയിൽ പോകുന്ന ആളായിരുന്നു യേശു. പലയിടത്തും ഈ വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വീണ്ടും പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. ഇതാ ഒരു ചർച്ച്. നിങ്ങൾ ആ ചർച്ച് കാണുന്നുണ്ടോ? ആ ചർച്ചിൽ ആരുണ്ട്? യേശു ഉണ്ട്. യേശു അവിടെ ഉള്ളത് കൊണ്ട് ജനമുണ്ട്. അവർ മുഴുവൻ വന്ന് യേശു കർത്താവിന്റെ ഉപദേശം, ചർച്ചിനകത്ത് കർത്താവിന്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കും. മെസ്സേജ് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഓക്കെ. അവർ യേശു പറയുന്ന മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്. അപ്പം യേശുവിന്റെ അരികിലാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തുന്നത്. എവിടെ നിർത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്? 3-ാം വാക്യത്തിൽ നടുവിൽ നിർത്തി. അപ്പൊ യേശു ദേവാലയത്തിന്റെ എവിടെയായിരുന്നു? സെൻട്രലായിരുന്നു. ആ കർത്താവ് നമുക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യയിൽ ഞാനുണ്ട്. നടുവിൽ നിർത്തി. എല്ലായിടും നിങ്ങൾ നോക്കിയേ, ദൈവത്തിന് ഇഷ്ടം നമ്മുടെ മധ്യയിൽ വരാനാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ മധ്യസ്ഥാനം യേശുവിനുള്ളതായിരിക്കും. നമ്മുടെ ബന്ധങ്ങളുടെ മധ്യസ്ഥാനം യേശുവിനുള്ളതായിരിക്കണം. ഞാനും ഈ ദൈവമനുഷ്യന്റെയും ബന്ധത്തിന്റെ നടുവിൽ പണമോ ഈ ലോകത്തിലെ എന്തെങ്കിലും മറ്റ് ഡീലുകളോ ആണെങ്കിൽ ഈ ബന്ധത്തിനകത്ത് എനി ടൈം പ്രശ്നങ്ങൾ സംഭവിക്കും. പക്ഷെ ഈ ബന്ധത്തിന്റെ നടുവിൽ യേശുവാണ് നിൽക്കുന്നതെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കണക്ട് ചെയ്തത് യേശുവാണെങ്കിൽ, ആ ബന്ധത്തിന്റെ നടുക്ക് യേശുവാണെങ്കിൽ, ബന്ധത്തിന്റെ നടുവിൽ ആരാണോ അവനിലുള്ളതായിരിക്കും നമ്മിലേക്ക് ഒഴുകുന്നത്. നമ്മളിപ്പോ ഒരു 4 പേര് ഒന്നിച്ചു കൂടി കസേര വട്ടത്തിലിട്ടിരുന്ന് വർത്താനം പറയുകയാണ്. പെട്ടെന്ന് കോമഡി പറയുന്ന, നന്നായി തമാശ പറയുന്ന, എല്ലാത്തിലും നല്ല ഹ്യൂമറുള്ള ഒരാൾ ഇതിന്റെ ഇടയ്ക്കോട്ട് കയറി വന്നിട്ട് ആ കസേരയിൽ 6ാമനായിട്ട് ഇരുന്നാൽ ഒരു 5 മിനിറ്റിനകത്ത് നമ്മളെല്ലാം കൂടി ഇരുന്ന് കുടുകൂടാ ചിരിക്കാൻ തുടങ്ങും ഓരോരോ കാര്യങ്ങൾ കേട്ട്. കാരണം ആ ഒരു ബന്ധത്തിന്റെ ഇടയിലേക്ക് തമാശ പറയുന്ന ഒരാൾ കയറി വന്നപ്പോൾ നമ്മളെല്ലാം ചിരി തുടങ്ങി. നമ്മൾ 5 പേര് ഭയങ്കര ഐക്യതയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ തമ്മിൽ അടുപ്പിക്കാനുള്ള ഗ്രേസ് ഉള്ളവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഉള്ള ഒരാള് ഇതിന്റെ ഇടയ്ക്ക് വന്ന് പ്രദൂഷണം പറയാനും, നീ അറിഞ്ഞു ഇവന്റെ കാര്യം, ഇവൻ അറിഞ്ഞു അവന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരാള് ഈ 5 പേരുടെ ഇടയിൽ വന്നിരുന്നാൽ 15 മിനിറ്റിനകത്ത് ഇതിനകത്ത് മുട്ടൻ അടി നടക്കുന്ന കാണാം. ഹല്ലേലൂയ. ബന്ധങ്ങളുടെ നടുവിലേക്ക് ആരാണോ വരുന്നത് അവനിലുള്ളതായിരിക്കും ആ ബന്ധങ്ങളിലേക്ക് ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് ചർച്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ളത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാം മറക്കാൻ കഴിയുന്നത്? കാരണം ഇവിടെ ഈ ഇരിക്കുന്ന ബന്ധങ്ങൾ കംപ്ലീറ്റും സ്പിരിച്വലാണ്. നിങ്ങൾ വിശ്വാസിയ ഒരാളാണ്, എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡ് വിശ്വാസിയല്ല, നിങ്ങളുടെ മക്കൾ വിശ്വാസിയല്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ വിശ്വാസത്തിലാണ്, നിങ്ങളുടെ ഭർത്താവും മക്കളും വിശ്വാസത്തിലല്ലെങ്കിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. കാരണം ബാക്കിയുള്ള ബന്ധങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല.
കാരണം ബന്ധങ്ങളുടെ മധ്യസ്ഥാനത്ത് ആരുണ്ടോ അവരിലുള്ളത് ആയിരിക്കും നമ്മിലേക്ക് ഒഴുകി ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഫാമിലിയോട് ഞാൻ പറയുന്നു, മക്കളുമാരോട് പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞാനൊരു നല്ല പ്രാർത്ഥന പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബ ജീവിതത്തിന്റെ മധ്യസ്ഥാനം യേശുവിന് തരുന്നു. എന്താ മധ്യസ്ഥാനം? നമ്മളിപ്പോ വായിച്ചു, നടുവിലാണ് യേശു ദേവാലയത്തിന്റെ. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളുടെയും മധ്യസ്ഥാനം. ഇപ്പം ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെടുന്നയാളാണ്. ഓരോ ദിവസങ്ങളിലും പലരെയും കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. പക്ഷെ ഒരു ബന്ധം, ആ ബന്ധം നിലനിർത്തുവാനും ആ ബന്ധത്തിലൊരു ഡിവിനിറ്റി ഉണ്ട്, ഒരു ദൈവീകത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ആ ബന്ധത്തിന്റെ, ഞാനും ഈ ബ്രദറുമായിട്ടുള്ള ബന്ധത്തിന്റെ, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ മധ്യസ്ഥാനം കർത്താവെ ഞാൻ നിനക്ക് തരികയാണ്. നിങ്ങൾ ഒരാളോട് മിണ്ടുന്നതിൽ തെറ്റില്ല. ഒരു സ്ത്രീ ഒരു പുരുഷനോട് മിണ്ടുന്നതിൽ തെറ്റില്ല. മിണ്ടുന്നത് കൊണ്ടോ ചിരിക്കുന്നത് കൊണ്ടോ വർത്താനം പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? പക്ഷേ ആ ബന്ധം വഴിവിട്ടു പോകാതിരിക്കണമെങ്കിൽ, അതൊരു റോങ് റിലേഷൻഷിപ്പ് ആകാതിരിക്കണമെങ്കിൽ ആ ബന്ധത്തിന്റെ നടുവിൽ യേശു ഉണ്ടാകണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അപ്പോൾ ദേവാലയത്തിന്റെ നടുവിലാണ് കർത്താവ് ഇരിക്കുന്നത്. ഉടനെ ശാസ്ത്രിമാരും പരീശന്മാരും വന്നിട്ട് പറഞ്ഞു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. 5-ാം വാക്യം പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ്, കൽപ്പിച്ചിരിക്കുന്നതാണ്. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു വിരൽ കൊണ്ട് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. നടുക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ഇവളെ അഡൾട്ടറിയിൽ, വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചവളാണ്. എന്താണ് ഇവളെ ചെയ്യേണ്ടത്? അപ്പം യേശു ആരാണ്? യേശുവിനെ എന്താണ് അവർ വിളിച്ചത്? റബി. റബി, ആ വേർഡെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ യേശുവിനെ അവർ കാണുന്നത് ടീച്ചർ, ഒരു റബി ആയിട്ടാണ്. ഉപദേശം തേടാൻ വന്നാണ്. പക്ഷെ മനോഭാവം വേറെയാണ്. യേശു ഇതിനുത്തരമായി ഇവളെ കല്ലെറിയണമെന്ന് പറഞ്ഞാലും കല്ലെറിയണ്ടെന്ന് പറഞ്ഞാലും യേശു കൊടുക്കും. കാരണം ഈ പ്ലാൻ ചെയ്തു വന്നവർ, ഈ സ്ത്രീ അല്ല ഇവരുടെ ടാർഗറ്റ്. ഈ സ്ത്രീ അല്ല ഇവരുടെ ടാർഗറ്റ്. ഈ സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ്? യേശു ഇവളെ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞാൽ ഇവരുടനെ, ഇവൻ പറഞ്ഞു കണ്ടോ, അവളെ എറിഞ്ഞു കൊല്ലാൻ ഇവൻ പറഞ്ഞു കണ്ടോ. ഇത്രയും ദിവസം ഇവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്, ഇവൻ പാപികളുടെ രക്ഷകനാണ്, ഇവൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ തേടിയാണ് വന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനാണ് വന്നത് എന്നൊക്കെ അല്ലായിരുന്നോ ഇവന്റെ പ്രസംഗം? കണ്ടോ, ഇപ്പൊ പറഞ്ഞു കണ്ടോ, പാപിയെ, ഈ പാപിനിയെ എറിഞ്ഞു കൊല്ലാൻ. ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവൻ പാപികളുടെ രക്ഷകനല്ലെന്ന്? അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ല, യേശു പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, കൊണ്ടുവന്ന കല്ലെല്ലാം കൂടെ അവളെ എറിഞ്ഞങ്ങ് കൊന്നോളൂ എന്ന് പറഞ്ഞാൽ ഉടൻ അവര് പറയും, കണ്ടോ കണ്ടോ അവൻ പറഞ്ഞത്, അവൻ പാപികളുടെ രക്ഷകനല്ല. എറിഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം തെറ്റിക്കും. എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞാൽ പാപികളുടെ രക്ഷകനല്ലാതാവും. ഇവരുടെ കയ്യിലിരിക്കുന്ന തോറയിൽ എഴുതിയിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തവനെ എറിഞ്ഞു കൊല്ലണം. മോശയുടെ കാലത്ത് കിട്ടിയ പ്രമാണമാണ്. യേശു എറിഞ്ഞു കൊന്നോളാൻ പറഞ്ഞാൽ പാപിയെ രക്ഷിക്കാൻ വന്നവനല്ലാതാവും. കാരണം ഇവളാരാ? പാപിയാ. യേശു എറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം
തെറ്റിച്ച ദുരുപദേശകനാകും. ഇത് രണ്ട് യെസ് ഓർ നോ, ഈ രണ്ട് ഉത്തരം പറഞ്ഞാലും യേശുവിനെ അവർക്ക് അറസ്റ്റ് ചെയ്യാം. ഇവർ ഭയങ്കര പ്ലാനിങ്ങോടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ഹല്ലേലൂയ. ഉത്തരം പറഞ്ഞേ പറ്റൂ. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ. ഇവരിങ്ങനൊരു ഉത്തരം ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒന്ന് എറിയാൻ പറയുമെന്ന് വിചാരിച്ചു, അല്ല എറിയരുതെന്ന് പറയുമെന്ന് വിചാരിച്ചു. രണ്ട് പറഞ്ഞിരുന്നെങ്കിൽ യേശു കുടുങ്ങിയനെ. ഇങ്ങനൊരു ഉത്തരം അവര് പ്രതീക്ഷിച്ചതേയില്ല. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു സത്യം പറയാം. നീ എത്ര വർഷങ്ങൾ എടുത്ത് പ്ലാൻ ചെയ്താണെങ്കിലും, പിശാചേ നീ എത്ര കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും, നിന്നെ തകർക്കാൻ, നിങ്ങളെ മുടിക്കാൻ പിശാച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് കമ്മിറ്റി കൂടി പ്ലാൻ ചെയ്യുന്ന സാധനമാണെങ്കിലും കർത്താവ് അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് പൊളിച്ച് ദൂരെ. നിനക്കെതിരെ മാസങ്ങളായി നടക്കുന്ന പൈശാചിക മണ്ഡലത്തിലെ സകല ആലോചനകളും, നിനക്കെതിരെ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ഈവിൾ പ്ലാനുകളും, സകല ഡിമോണിക് പ്ലാനുകളും, സകല ഡിമോണിക് അജണ്ടകളും in the name of Jesus ഒറ്റ സെക്കൻഡ് കൊണ്ട് ശത്രുവിന്റെ ഉത്തരം മുട്ടിച്ചുകളയും. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരണം. ഞാൻ വിഷയത്തിൽ നിന്ന് പോയാൽ ശരിയാകില്ല. കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പാപിനിയായ സ്ത്രീ ഇവിടെ നിപ്പുണ്ട്, കല്ലെറിയാൻ വന്നവരിവിടെ നിപ്പുണ്ട്, യേശുവോട് അരികിലുണ്ട്. ഇവരാണ് ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത്, എറിയണോ വേണ്ടയോ എന്ന്. അവരെ നോക്കിയാണ് ഇവളെ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങളിൽ. അത് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ, ശ്രദ്ധിക്കണം. മുഖത്ത് നോക്കാതെ യേശു പറയുന്നില്ല, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ ഒന്നാമത്, ഫസ്റ്റായിട്ട്, എല്ലാവരുടെയും കൈക്കാലുണ്ടല്ലോ, ഒന്നാമത് അവളെ എറിഞ്ഞോളാൻ പറഞ്ഞു. എന്നിട്ട് യേശു അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ട് തിരിഞ്ഞിരുന്ന് എന്തോ ഇങ്ങനെ നിലത്ത് എഴുതും. ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? യേശു ഇത് പറഞ്ഞിട്ട് ഇവരെ തന്നെ നോക്കി നിന്നാൽ, ആദ്യത്തെ കല്ല് ഈ സഹോദരൻ താഴെ ഇട്ടാൽ അവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ പാപി. രണ്ടാമത്തെ ആള് കല്ലിടുമ്പോ യേശു നോക്കിക്കൊണ്ട് തന്നെ നിന്നാൽ അവനാണ് അതിനകത്ത് രണ്ടാമത്തെ പാപി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശത്രുവിനെ പോലും, തന്നെ കുടുക്കാൻ വന്നവരെ പോലും അപമാനിക്കാൻ, ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കാൻ, ഒരു നോട്ടം കൊണ്ട് പോലും ആക്ഷേപിക്കാൻ യേശുവിന് മനസ്സില്ലാത്തത് കൊണ്ട് യേശു തിരിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതി എന്താണെന്നറിയോ? അവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ്. ഓ, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി? അവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ്. താങ്ക് യു ബ്രദേഴ്സ്. കാരണം യേശു ഈ ചോദ്യം ചോദിച്ചിട്ട് അവരെ തന്നെ നോക്കി യേശു നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇൻസൾട്ടാ. അതവർക്ക് ഭയങ്കര ഇൻസൾട്ടാ. ശത്രുവിനെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും ഇൻസൾട്ട് ചെയ്യാത്ത യേശുവിനെ സ്വീകരിച്ചവരല്ലേ നിങ്ങൾ? ആണോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ എഴുത്തുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും. പ്ലീസ് പ്ലീസ് സഹോദര, പ്ലീസ് സഹോദരി, എന്റെ യേശു അങ്ങനെയല്ല. നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ചതുപോലെ നിന്റെ കടങ്ങളും ദോഷങ്ങളും നിന്നോട് ക്ഷമിക്കുന്നവനാണ്. ഞാൻ ചെയ്തതിനെയൊക്കെയും അവൻ പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ, ഞാൻ ചെയ്തതിനെയൊക്കെയും അവൻ വിളംബരം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ലോകത്ത് ജീവിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു. എന്റെ ലംഘനങ്ങളെ ക്ഷമിച്ച് എന്റെ പാപങ്ങളെ എന്നേക്കുമായി മറക്കുകയല്ല, എന്റെ പാപങ്ങളെ ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി അടുത്ത വാക്യം, അവൻ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 9-ാമത്തെ വാക്യം പറയുന്നു, അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി
മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. ഞാൻ ഇങ്ങനെ പറയുന്നു, ഇവർ വിട്ടുപോകുന്നത് വരെ യേശു നോക്കിയില്ല. യേശുവിനറിയാം അവർ പോകുന്നു. കർത്താവ് നിലത്ത് ഇങ്ങനെ വരച്ചോണ്ടേയിരുന്നു. ബൈബിൾ പറയുന്നു, യേശുവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു. That is a very, very important moment. Dr. Karun, can you please come forward? യേശുവും ആ വ്യക്തിയും മാത്രം ശേഷിച്ചു. ഈ വ്യക്തി ഇപ്പോൾ തിരിഞ്ഞ് എങ്ങനെല്ലാം വട്ടം കറങ്ങി നോക്കിയാലും അവൾക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെ മാത്രമാണ്. അവൾ ആ പള്ളിക്കകത്ത് നിന്ന് മൊത്തം ചുറ്റും നോക്കിയാൽ എറിയാൻ വന്നവരാരുമില്ല, മറ്റാരെയും അവൾ കാണുന്നില്ല. അവൾ കാണുന്നത് നടുവിൽ നിൽക്കുന്ന യേശുവിനെ മാത്രമാണ്. നീയും യേശുവും തനിച്ചാകുന്ന നിമിഷം, മറ്റൊന്നും നിനക്ക് കാണുവാൻ കഴിയാത്ത നിമിഷം, നിന്റെ മതം നീ കാണുന്നില്ല, നിന്റെ സംഘടനക്കാരെ നീ കാണുന്നില്ല, മതപുരോഹിതന്മാരെ നീ കാണുന്നില്ല, മറ്റാരെ നിനക്ക് കാണാൻ കഴിയുന്നില്ല, നിന്റെ കുടുംബക്കാരെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ ആരെ നിനക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ നീയും യേശുവും മാത്രമുള്ള, യേശുവിനെ മാത്രം നീ കാണുന്ന ആ നിമിഷമാണ് നിന്റെ രക്ഷയുടെ നിമിഷം. That moment is the moment of salvation. ശരിയാണോ? ഏതോ ഒരു പ്രാർത്ഥനയിൽ, ഏതോ ഒരു കൂട്ടായ്മയിൽ, ഏതോ ഒരു മീറ്റിംഗിൽ എല്ലാം ഞാൻ മറന്ന്, എല്ലാ പാരമ്പര്യങ്ങളും ഞാൻ മറന്ന്, സകലതും എന്റെ മൈൻഡിൽ നിന്ന് പോയി, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് യേശുവിനായിരിക്കും എന്ന് നീ യേശുവിനെ മാത്രം നിന്റെ മുമ്പിൽ കണ്ട ആ ഒരു സെക്കൻഡിലല്ലേ നിന്റെ ഹൃദയം നീ യേശുവിനായി കൊടുത്തത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈകളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. This is a time, this is the moment of salvation. ബൈബിൾ പറയുന്നു 10ാമത്തെ വാക്യത്തിൽ, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിന്നെ എറിയാൻ വന്നവരെവിടെ? നിനക്ക് ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞവരെവിടെ? നിന്നെ തീർത്തുകളയും തകർത്തുകളയും എന്നൊക്കെ വാദിച്ചവരെവിടെ? ഇവിടെ ഇരുന്നുകൊണ്ടൊന്ന് പുറകോട്ട് ചിന്തിക്കണം. എത്രയോ ആളുകൾ എന്നെ വെല്ലുവിളിച്ചു, എത്രയോ വ്യക്തികൾ നിന്നെ തീർത്തുകളയുമെന്ന് പറഞ്ഞു, എത്രയോ വ്യക്തിത്വങ്ങൾ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു, എത്രയോ സാഹചര്യങ്ങൾ പിശാച് നിന്നെ നോക്കി പറഞ്ഞു നിന്നെ വെച്ചോണ്ടിരിക്കത്തില്ലെന്ന്. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് തിരിഞ്ഞു നോക്കിയേ, അവരൊക്കെ എവിടെ? പക്ഷെ ഇപ്പോഴും യേശു നിന്റെ കൂടെയുണ്ട്. Still the Jesus is with you. Hallelujah. 2023 കാണിക്കത്തില്ലെന്നും 2024 കാണിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞ ശക്തികൾ എവിടെ? അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? Now you are free. നിനക്കിപ്പോൾ ശത്രുക്കളില്ല. നിന്നെ എറിയാൻ കല്ലുമായി വന്നവർ നിനക്ക് ചുറ്റുമില്ല. കാരണം എന്റെ അധരം നിനക്ക് വേണ്ടി ചലിച്ചാൽ, എന്റെ നോട്ടം നിന്നിലേക്ക് വന്നാൽ, ഞാനൊന്ന് തീരുമാനിച്ചാൽ, മനുഷ്യൻ തീരുമാനിച്ചതല്ല പിന്നെ നടക്കുന്നത്. ഇത് നിങ്ങളോടുള്ള ഒരു ദൈവിക ദൂതാണ്. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഞാൻ തുറക്കും, ആരത് അടയ്ക്കും? ഞാൻ അടച്ചാൽ ആരത് തുറക്കും? എവിടെ? നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞവരെവിടെ? എവിടെയവർ? പക്ഷെ ഇന്നും നീ പ്ലാറ്റ്ഫോമിലുണ്ട്, ഇന്നും നീ യേശുവിന്റെ കൂടെയുണ്ട്, ഇന്നും യേശു നിന്റെ കൂടെയുണ്ട്.
ഇന്നും നീ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയായി നിൽക്കുന്നു. ഏയ് ഹല്ലേലൂയ. നിന്റെ ശത്രുക്കൾ നിന്നെ യേശുവിന്റെ അരികിൽ എത്തിച്ചോ? പറ. ഇവൾ യേശുവിന്റെ അടുക്കൽ എത്തിയതിന്റെ കാരണം ഇവളിൽ കുറ്റം കണ്ടുപിടിച്ചവരും ഇവളെ എറിയാൻ കയ്യിൽ കല്ലെടുത്തവരും ഒരു തെരുവ് നായെ പോലെ പട്ടണത്തിലൂടെ ഓടിച്ചുകൊണ്ട് യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സമൂഹമല്ലേ? ആ സമൂഹം കാരണമല്ലേ ഇവൾക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രതിസന്ധി നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിന്റെ കടഭാരം നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിന്റെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? നിനക്കെതിരെ വെല്ലുവിളിച്ച ശക്തികൾ നിന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചോ? എത്തിച്ചെങ്കിൽ ആ പ്രതിസന്ധി ഒരു തോൽവിയല്ലായിരുന്നു, ആ പ്രതിസന്ധി ഒരു ജയമായിരുന്നു. കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. എല്ലാ തോൽവികൾക്കും ശരിയാണോ എന്റെ മക്കളെ? ശരിയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ കുറച്ചും കൂടെ പ്രാർത്ഥിപ്പിച്ചോ? പറ. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളെ കുറെ കൂടെ ദൈവത്തോട് അടുപ്പിച്ചോ? നിന്നെ ചിലർ കാണിച്ചു തരുമെന്നും ഒതുക്കിക്കളയുമെന്നും ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോ കുറെ കൂടെ ഉപവസിക്കാൻ പറ്റിയോ? ദാവീദേ, നിന്റെ മേലുള്ള അഭിഷേകത്തെ തെളിയിക്കാൻ ദൈവം കൊണ്ടുവന്നത് ഒരു ഗോലിയാത്തിനെയാണെങ്കിൽ എല്ലാ ഗോലിയാത്തുമാർക്കും നന്ദി പറയാം. കാരണം എന്റെ മേൽ കിടക്കുന്ന വിളിയും എന്റെ മേൽ കിടക്കുന്ന അഭിഷേകവും ദൈവം അവിടെ പ്രൂവ് ചെയ്യാണ്. Thank you Jesus. Thank you Jesus. എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ചലഞ്ചസ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്നെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നെങ്കിൽ I thank you so much for that challenges. ആ കൈകളെ ഉയർത്തി പറഞ്ഞേ, എല്ലാ തോൽവികൾക്കും നാഥാ നിന്നെ please be seated and lift your hands. എല്ലാ നിന്റെ പ്രിയപ്പെട്ടവരെ, യൂദായോട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം മറ്റ് ശിഷ്യന്മാർ 11 കൂടിയിരിപ്പുണ്ട്, യൂദ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം യേശു യൂദായോട് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. മോനെ, എന്നാന്നറിയാ പറഞ്ഞേ? യൂദ, നീ എന്താണോ ചെയ്യാനിരിക്കുന്നത് അത് വേഗത്തിൽ ചെയ്യുക. I know all your plans. നീ എന്താണോ ചെയ്യാനിരിക്കുന്നത് നീ അത് പെട്ടെന്ന് ചെയ്യ. നീ അത് പെട്ടെന്ന് ചെയ്താലേ എന്നെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച കാര്യം പെട്ടെന്ന് നടക്കത്തുള്ളൂ. യൂദ, നീ അത് ചെയ്താൽ മാത്രമേ. എല്ലാ യൂദമാർക്കും നന്ദി, എല്ലാ ഗോലിയാത്തുമാർക്കും നന്ദി. യൂദ ഇല്ലെങ്കിൽ ക്രൂശിക്കപ്പെടത്തില്ല, ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അടക്കപ്പെടത്തില്ല, അടക്കപ്പെട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കില്ല, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പറ്റില്ല. എന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ യൂദമാർക്കും നന്ദി. ഒരു ഗോലിയാത്ത് വെല്ലുവിളിക്കാതെ ദാവീദേ, ഏലാ താഴ്വരയിൽ നിന്റെ മേളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അഭിഷേകത്തെ ദൈവത്തിന് എങ്ങനെ തെളിയിക്കാൻ കഴിയും?
ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തോൽപ്പിക്കാനല്ല, നിന്നെ ജയിപ്പിക്കാനാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. ഓ, അതൊന്ന് സ്വീകരിച്ചേ, കരമടിച്ചോണ്ട് സ്വീകരിച്ചേ. ഇത് നിന്നെ തോൽപ്പിക്കാനല്ല, ഇത് നിന്നെ അടുത്തൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ എല്ലാ കണ്ണുനീരും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ. ഞാൻ ചിലപ്പോഴൊക്കെ എല്ലാവർക്കും നന്ദി പറയാറുണ്ട്. പറയണം കർത്താവിനോട്, എന്നെ എറിയാൻ കയ്യിൽ കല്ലെടുത്ത എല്ലാവർക്കുമായിട്ടും സ്തോത്രം. അവരാണ് എന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത്, അവരാണ് എന്നെ വചനം അറിയിച്ചത്, അവരാണ് ഈ സാന്നിധ്യത്തിലേക്ക് എന്നെ നടത്തിയത്. ഹല്ലേലൂയ. താഴ്വരയിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എല്ലാ തോൽവികൾക്കും ജീവിതത്തിൽ എവിടെങ്കിലും എന്തിലെങ്കിലും പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തി. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച സകല തോൽവികളെ ജയിച്ച കർത്താവ് ജയമാക്കി മാറ്റും. എഴുതി വെച്ചോ, ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ, എന്റെ കർത്താവ് നിന്നെ ജയിപ്പിച്ചിരിക്കും. In the name of Jesus. Thank you, Lord Jesus. I am feeling the presence. എനിക്കറിയാം കർത്താവ് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന്. ബൈബിളിൽ യേശു അവളോട് പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാൻ വന്നത് രക്ഷിക്കാനാണ്, ഞാൻ വന്നത് ശിക്ഷിക്കാനല്ല. ജീസസ് സേവ്സ് യുവർ ലൈഫ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, യേശു എന്നെ രക്ഷിച്ചവനാണ്. മക്കളെ, കർത്താവ് നിങ്ങളെ രക്ഷിച്ചത് കൊണ്ടും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് കൊണ്ടുമാണ് ഇന്നത്തെ ഈ തിരുമേശയുടെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ തിരുമേശ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൊളരാത്തവരും പാപികളും എന്നല്ല, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ മക്കളുമാണ്. പോകാം, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പോകാം. Go and sin no more. Go. I am sending you. Go. Nobody can touch you. Nobody can block you. ഇനി ഒരു മനുഷ്യനും നിനക്കെതിരെ വാ തുറക്കില്ല. ഇനി ഒരു മനുഷ്യനും നിനക്കെതിരെ കല്ലെടുക്കില്ല. കാരണം
നീ വന്നിട്ട് പോകുന്നത് എൻ്റെ അടുത്ത് നിന്നാണ്. Jesus, I thank you, Lord, for you. Amen. നിങ്ങൾക്കറിയാവോ അവൾ പറഞ്ഞ വേർഡ് എന്ന് ശ്രദ്ധിച്ചേ? ഇല്ല കർത്താവേ. That word is very important. And she said, no man, Lord. What she say? അവൾ എന്തോ പറഞ്ഞേ? Lord. എന്നാ യേശുവിനെ വിളിച്ചേ? Lord. കല്ലും കൊണ്ട് വന്നവൻ എന്തോ വിളിച്ചേ? മാസ്റ്റർ, ഗുരു. പാപിനി എന്തോ വിളിച്ചേ? ലോർഡ്. എല്ലാം തികഞ്ഞവന് യേശു ഒരു അധ്യാപകനും പാപികൾക്ക് അവൻ കർത്താവുമാണ്. ഇന്ന് യേശു എൻ്റെ കർത്താവാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ദൈവം എന്നോട് പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയട്ടെ. എന്നെ ഈ വചനഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചൊരു ആത്മസാന്നിധ്യമുണ്ട്. ഈ സ്ത്രീ ആള് ശരിയായിട്ടുള്ള ആളല്ലായിരുന്നു. ഒരുപാട് തെറ്റിന്റെ വഴിയിലൂടെ അവൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് പുരുഷന്മാരെ അവൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരൊറ്റ പുരുഷന്മാരെയും കർത്താവേ എന്നവൾ വിളിച്ചിട്ടില്ല. ലോർഡ്. വൈ? അവൾ കണ്ട എല്ലാ പുരുഷന്മാരിലും പാപത്തിന്റെ, തിന്മയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവൾ കണ്ട എല്ലാ പുരുഷന്മാരിലും അല്പമല്ലാത്ത അശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ജീവിത ചരിത്രത്തിൽ ആദ്യമായി പാപത്തിന്റെ തെല്ലും ലാഞ്ചനയില്ലാത്ത ഓമനത്വമേറിയ ഒരു മുഖം, ഒരു തേജസ് അവൾ കണ്ടിട്ട് തെറ്റാതെ വിളിച്ചു, പാപമില്ലാത്തവനെ, യു ആർ ദ ലോർഡ്. പാപമില്ലാത്തവനെ, നീയാണ് കർത്താവ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമുക്ക് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. എന്റെ ദൈവം പാപമില്ലാത്തവനാകയാൽ അവൻ എന്റെ കർത്താവാണ്. അശുദ്ധിയുടെ ചരിത്രങ്ങളോ അനവധി ഭാര്യമാരുടെ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധത്തിൽ പോലും ജനിക്കാത്ത, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധനായി വളർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധിയോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അതിവിശുദ്ധനാണ് എന്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. My God, my Lord is holy. Colossians chapter 3 word 12:30. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നന്ദിയുള്ളവരായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു ദീർഘക്ഷമ ധരിക്കാൻ. ഒരുത്തനോട് ഒരുത്തന് വഴക്കുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടായിട്ടുണ്ടോ വീട്ടിൽ? ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വഴക്കെങ്കിലും ഉണ്ടാക്കിയുള്ളവരൊന്ന് കൈ ഉയർത്തി. സ്തോത്രം. തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഇനി അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിക്കും. ബന്ധം. അപ്പൊ മുകളിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ ക്ഷമ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് വരുമ്പോ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു ബന്ധം. എപ്പോഴും ഓർത്തണം, ക്ഷമയുള്ളിടത്തെ ബന്ധമുള്ളൂ.
ബന്ധങ്ങൾ അറ്റുപോകുന്നതിന്റെ കാരണം, പലതും അറ്റുപോയതിന്റെ കാരണം പലപ്പോഴും പലയിടത്തും പലതിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അടുത്തൊരു വേർഡ് കിടപ്പുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ക്ഷമയുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹവും ക്ഷമയും ഉള്ളിടത്ത് ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ എപ്പോഴും സമാധാനമുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്യം ഒറ്റ വേർഡാക്കിയതാ. നിങ്ങൾ വായിച്ചോല്ലോ, ഞാൻ ഒറ്റ വേർഡാക്കിയതാ അതിനെ. സ്നേഹമുള്ളിടത്ത് എന്തുണ്ട്? ക്ഷമയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, സ്നേഹമുള്ളിടത്ത് ക്ഷമ ഉറപ്പായിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ എന്നോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ഇഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ഇഷ്ടം. ഇതിനകത്ത് നിങ്ങളിൽ എത്ര പേരെ കർത്താവിന് നിങ്ങളോട് എത്ര പേരോട് ഇഷ്ടമാണ്? എത്ര പേരെ കർത്താവിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്? ഓക്കെ, എന്റെ ചോദ്യം എന്നാ ചെയ്തിട്ട്? എന്നാ അടുത്ത ക്വസ്റ്റ്യൻ, കർത്താവിന് നിങ്ങളോട് എത്ര പേരോട് സ്നേഹമുണ്ട്? ശരിക്കും പറഞ്ഞാൽ കർത്താവിന് ഈ ഇഷ്ടം എന്ന് പറയുന്നത് പ്രവൃത്തികൾക്ക് അടിസ്ഥാനപ്പെട്ടതാണ്. നേരത്തെ എനിക്ക് അവരുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടങ്ങൾ ലൈക്ക് ആൻഡ് ലവ്. ഫേസ്ബുക്കിനകത്തൊക്കെ കൊടുക്കുന്ന എന്നാ ലൈക്ക്. ഇപ്പം ഞാൻ അങ്ങാരുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുന്നില്ല, കാരണം ഇപ്പം അയാളെ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമായിരുന്നപ്പം മാത്രമാണ് ഞാൻ എന്ത് കൊടുത്തേ? ലൈക്ക് കൊടുത്തേ. ഇഷ്ടങ്ങൾക്ക് എന്ത് വരാം? മാറ്റം വരാം. അപ്പം ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും? മാറും. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമല്ല, സ്നേഹമായിരിക്കണം. ഇഷ്ടങ്ങൾ ഒരു ചെറിയ കാര്യത്തിന് മാറും. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടങ്ങൾ. അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത്, the love never change. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. സ്നേഹം ഒരിക്കലും ഇല്ലാതാകത്തില്ല. ഒരാളോട് നമുക്ക് ആഴമേറിയ സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം പറയുന്നത് നമ്മൾ ക്ഷമിച്ചിരിക്കും. സ്നേഹമുള്ളിടത്ത് മാത്രമേ ക്ഷമയുള്ളൂ. ഞാനൊരു വഴക്ക് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളത് ക്ഷമിക്കുന്നെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം കറക്റ്റാണ്. നിങ്ങൾ എന്നോടത് ക്ഷമിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം ആക്ടിങ് ആയിരുന്നു. കാരണം സ്നേഹമുള്ളിടത്ത് കൃത്യമായ ക്ഷമയുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ചത്. ദൂതന്മാർക്ക് പോലും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ ദൂതന്മാർക്കോ യാതൊന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഒരു ദൂതൻ വിചാരിച്ചാൽ 1,85,000 ആളുകളെ അശൂർ പാളയത്തിൽ തീർക്കാൻ പറ്റും. ഒറ്റ ഏഞ്ചൽ വിചാരിച്ചാൽ മതി. ഒരൊറ്റ ദൂതൻ ഇറങ്ങി വന്നാൽ മതി, കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്ന് പത്രോസിനെ വെളി കൊണ്ടുപോകും. ഒരൊറ്റ ദൂതൻ മതി മുഴുവൻ. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനന്തരം ഒരു ദൂതൻ ഒരു ചെങ്ങലയായി വന്ന് പഴയ പാമ്പിനെ, ലൂസിഫറിനെ, അവന്റെ മുഴുവൻ സൈന്യത്തെ പിടിച്ചു കെട്ടി തീക്കാത്തിട്ടു. ഒരൊറ്റ ഏഞ്ചൽ. എന്നാൽ സ്വർഗം പറയുന്നു, സ്വർഗത്തിലെ മുഴുവൻ ഏഞ്ചൽസും കൂടെ നിന്നെ കർത്താവിൽ നിന്ന് വലിച്ചാലും അടർന്നു വരാൻ കഴിയാത്ത റിലേഷൻഷിപ്പ്, ബന്ധം. That is an amazing power. What a mighty power that. അതെത്ര ശക്തമാണെന്ന് ഓർത്തു നോക്കി. കംപ്ലീറ്റ് ഏഞ്ചലും കൂടെ നിന്നെ വലിച്ചാലും വരികയില്ല, ആ സ്നേഹത്തിൽ നിന്ന് അടർന്നു വരികയില്ല. അത്ര ഡെപ്താണ് കർത്താവിന് എന്നോടുള്ള സ്നേഹം. ഓർക്കുക, ഞാൻ ക്ഷമിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതെല്ലാം സ്വന്തമായിട്ടൊന്ന് പറയണം. സ്വന്തം കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞ്, ഞാൻ ഐ ആം ആക്സെപ്റ്റഡ്, ഞാൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ലോകം മുഴുവൻ, മക്കളെ, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാലും,
ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ അംഗീകരിക്കപ്പെട്ട ഒരാളാണെങ്കിൽ മനുഷ്യന് നിന്നെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവിന് ഈ മനുഷ്യനെ ഇഷ്ടമാണെങ്കിൽ ഞാനും അങ്ങ് സ്നേഹിക്കുന്നതാണെന്നല്ലേ. കർത്താവിന് ആ മനുഷ്യനോട് സ്നേഹമാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നതാണെന്നല്ലേ. ഞാൻ പിണങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം ദൈവം ആ മനുഷ്യനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്, ക്ഷമയുള്ളിടത്ത് ബന്ധമുണ്ട്, ആ ബന്ധത്തിൽ സമാധാനമുണ്ട്. ക്ഷമയും സ്നേഹവും ഒന്നിച്ച് നിൽക്കുന്നിടത്തുള്ള ബന്ധത്തിൽ ഭയങ്കര സമാധാനമുണ്ട്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എവിടെങ്കിലും ആരോടെങ്കിലും എന്തിലെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറയാൻ മടിക്കല്ലേ. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞാൻ ആ ഹാൻഡ് കർച്ചീഫ് എടുത്ത് പിടിച്ച് കാണിച്ച ആ ഡെമോൺസ്ട്രേഷൻ പോലെ എന്തോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് വിട്ടുകളഞ്ഞത്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, അപ്പാ ആ വ്യക്തി എനിക്ക് തന്ന വേദന ഞാൻ നിനക്ക് തരുന്നു. ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച്, എനിക്ക് ആ വ്യക്തി സമ്മാനിച്ച വേദന ഞാൻ നിനക്ക് തരുന്നു. ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. വാ കൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചേ, കർത്താവേ, അപ്പാ എന്നെ ആ വ്യക്തി എന്നോട് കാണിച്ച വാക്കുകളിൽ പ്രവൃത്തികളിൽ ഉണ്ടായ വേദന ഞാൻ യേശുവിന് നൽകുന്നു. ക്ഷമ ഞാൻ കർത്താവെ ആ മനുഷ്യന്, ആ വ്യക്തിയുടെ പേരെന്ന് പതുക്കെ പറഞ്ഞുള്ളി, ക്ഷമ ഞാൻ ഇന്നയാൾക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നെന്ന് മനസ്സിലോ ലിപ്പൊന്ന് അനക്കിക്കൊണ്ടോ ഒന്ന് പറഞ്ഞേ കർത്താവിനോട്, ക്ഷമ ഞാൻ ഇന്നാൾ. നിങ്ങളിപ്പോൾ ഫ്രീ ആകും, നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ക്ലിയർ ആകും. കർത്താവ്, ഞാൻ ആരോടെങ്കിലും മത്സരം കാണിച്ചെങ്കിൽ, ഞാൻ ആരോടെങ്കിലും വാശി കാണിച്ചെങ്കിൽ, ഞാൻ ആരെങ്കിലും കോമ്പറ്റീഷൻ കാണിച്ചെങ്കിൽ, കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ രംഗങ്ങൾ ആ ഓർമ്മകൾ, ആ ചിത്രങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. ആ സാധനം, ചില ഓർമ്മകൾ, ചില രംഗങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വരുന്നുണ്ട്. കർത്താവ് കാണിക്കുന്നുണ്ട്. ആ ഇൻസിഡന്റുകൾ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വരുന്നത് മറ്റൊന്നിനല്ല, എന്നേക്കുമായി നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ അതിനെ എടുത്തു മാറ്റുകയാണ്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചില ആർത്തറൈറ്റീസുകൾ സൗഖ്യമാകട്ടെ. ഈ അക്ഷമ, കോപം അസ്ഥികളെ ഉരുക്കുമെന്ന് സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അക്ഷമ അസ്ഥികൾക്ക് ഉരുക്കം വരുത്തുന്നു. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇവർ ക്ഷമിക്കപ്പെടാത്ത കാരണം കൊണ്ട് ഇവരിൽ നിൽക്കുന്ന ചില മൈഗ്രെയിൻ ഹെഡേക്ക്, ലോർഡ് ഹീൽ ഇറ്റ് റൈറ്റ് നൗ ഇൻ ജീസസ് മൈറ്റി നെയിം. ഹീൽ ഇറ്റ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവര് അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ മൈഗ്രെയിൻ ഇപ്പോൾ അവരെ വിട്ടുമാറുകയാണ്. എവിടെങ്കിലും ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഹൃദയപൂർവ്വം നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തുവിനെ നീ അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് നിരന്നിട്ട് യാഗം അർപ്പിക്കാൻ വരാനാണ് യേശു പറഞ്ഞതെങ്കിൽ, ഇത് പ്രാർത്ഥിക്കാതെ, ഈ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും അതിൽ കഥയില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഓ ജീസസ് ജീസസ് ജീസസ്. പറ്റുന്നില്ല, ചിലർക്ക് പറ്റുന്നില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവാത്മാവിനോട് പറഞ്ഞു, ചിലർക്ക് പറ്റുന്നില്ല, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതുപോലെ നിങ്ങളെ അവർ മുറിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് അവർ പെയിൻ തന്നിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ എടുത്ത് കർത്താവിനോട്ടൊന്ന് കൊടുക്കും. ആ പിടുത്തം അങ്ങ് വിട്ട്, എന്തോ പിടിച്ചു വെച്ചിരിക്കുന്ന പിടി അങ്ങ് വിട്ട് നിങ്ങൾ ഫ്രീ ആണ്. താങ്ക് യു ജീസസ്. ആ കൈകളെ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാം. പിതാവേ, നീ എന്നോട് പറഞ്ഞത് ഞാൻ ഇവരെ അറിയിച്ചിരിക്കുന്നു. ജീസസ് നെയിം I am free. Really I am free. ഇനി ഈ വചനവും നിങ്ങളുമായിട്ട് തീർത്തോണം. പലരുടെയും വിടുതലുകൾ തടഞ്ഞു വെച്ചിരുന്ന, പലരുടെയും മൈഗ്രെയിൻ ഹെഡേക്ക്, ആർത്രൈറ്റീസ്, ഫൈനാൻഷ്യൽ ബ്ലോക്കേജ്, ഇങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. യഥാർത്ഥമായി ചെയ്തവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ തിരുമേശ ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നത്, ഞാനും നിങ്ങളും ക്ഷമിക്കപ്പെട്ടവർ എന്നാണ്.
വേദപുസ്തകത്തിൽ ചരിത്രം, ഉപദേശം, പ്രവചനം എന്ന 3 ഭാഗങ്ങളുണ്ട്. പറഞ്ഞ് ചരിത്രം, ഉപദേശം, പ്രവചനം. മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തി വരെ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ ചരിത്രമാണ്. റോമർ മുതൽ യൂദ വരെ 21 പുസ്തകങ്ങൾ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ, പ്രവചന പുസ്തകം. അത് വെളിപ്പാടിന്റെ പുസ്തകമാണ്. ഈ ചരിത്രത്തിലുള്ളത് പലതും ഉപദേശത്തിൽ വന്നിട്ടില്ല. യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ചരിത്രമൊന്നും റോമർക്കെഴുതിയ ലേഖനത്തിലില്ല. ചരിത്രത്തിലുള്ള പലതും ഉപദേശത്തിൽ വന്നിട്ടില്ല. ഉപദേശത്തിലുള്ള പലതും പ്രവചനത്തിലും വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന തിരുമേശ ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചനത്തിലുമുള്ളതാണ്, ഒരുപോലെ ഉള്ളതാണ്. ഇത് യേശുവിനാൽ സ്ഥാപിതമായതാണ്. ദൈവത്താൽ സ്ഥാപിതമായ 2 കൂദാശകളേ ഉള്ളൂ. 2 കൂദാശകൾ മാത്രമേ, കൂദാശ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൾ മാത്രമേ വേദപുസ്തകത്തിൽ ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളൂ. ഒന്ന് വിശുദ്ധ വിവാഹം. ആദ്യത്തെ വിവാഹം ഏദനിൽ നടത്തിയ തിരുമേനി, അച്ഛൻ, പാസ്റ്റർ, കാർമികൻ, സർവശക്തനാകുന്ന ദൈവമാണ്. ദൈവത്താലാണ് ആദ്യത്തെ വിവാഹം. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. 2, ഈ ശുശ്രൂഷ യേശു ചെയ്ത് കാണിച്ചു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ദൈവത്തിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം സഭ ഏറ്റെടുത്തതാണ്. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് യേശുവിനാൽ സ്ഥാപിതമായ മേശയുടെ മുൻപിലാണ്. വേഗത്തിൽ ഈ ഭാഗങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 11:23 മുതലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ബൈബിൾ ഏറ്റവും കൂടുതൽ പുതിയ നിയമസഭ പ്രാധാന്യത കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ യഥാർത്ഥമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ അനുഗ്രഹം ചെറുതല്ല. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ്. ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചനത്തിലും ബൈബിളിൽ ഉടനീളം കാണുന്ന പ്രസക്തമായ ശുശ്രൂഷയാണ് തിരുമേശയുടെ ശുശ്രൂഷ. ഈ 1 കൊരിന്ത്യർ 11:20 ഈ മേശയെ ലോർഡ്സ് ടേബിൾ അഥവാ ലോർഡ്സ് സപ്പർ അഥവാ കർത്താവിന്റെ അത്താഴം എന്ന് പറയും. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ലോർഡ്സ് സപ്പർ. പറഞ്ഞ ലോർഡ്സ് സപ്പർ. ഇനി 1 കൊരിന്ത്യർ 10:21 ലോർഡ്സ് ടേബിൾ എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോർഡ്സ് ടേബിൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോ ഇത് ലോർഡ്സ് സപ്പർ ആയിരുന്നു, ഇത് ലോർഡ്സ് ടേബിൾ ആണ്. ആമേൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വന്ന് കഴിയുന്നതോടെ ഇവിടുത്തെ മേശയുടെ ശുശ്രൂഷ അവസാനിക്കും. ഇപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത് വരുവാൻ പോകുന്ന, വെളിപ്പെടാൻ പോകുന്ന ഒരു ടേബിളിന്റെ ഷാഡോയാണ്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, യേശുവിന്റെ വരവോടെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. സഭ എടുക്കപ്പെടുന്നതോടെ പിന്നെ ഈ ശുശ്രൂഷ ഉണ്ടാവില്ല. ഇവിടെ സെറ്റായ ടേബിളിന്റെ റിയൽ ടേബിൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിയൽ ടേബിൾ അതാണ് വെളിപ്പാട് 19, റെവലേഷൻ ചാപ്റ്റർ 19 വേർഡ് 6 and 7. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു.
കുഞ്ഞാടിന്റെ കല്യാണ പന്തിയിൽ, ആ കല്യാണ വിരുന്നിൽ, ആ കല്യാണ സദ്യയിൽ നിങ്ങൾക്ക് അവിടെ പങ്കാളികളാകാൻ കഴിയണം. ഞാൻ പറയുന്നത് ഇവിടെ കഴിച്ച എന്തോ ഒരു ഭക്ഷണം അവിടെ കഴിക്കും എന്നുള്ളതല്ല, അതൊരു വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാടായി കാണണം. വെളിപ്പാട് പുസ്തകത്തെ വെളിപ്പാടായി കാണണം. അതൊരു റെവലേഷൻ ആണ്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട വെളിപ്പാടാണ്. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ബ്രദറെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ ഉയർപ്പിക്കാൻ, കാഹളം ധ്വനിക്കുമ്പോൾ ഉയർപ്പിക്കാൻ ഒരു പാസ്റ്ററിനും പറ്റുകയില്ല, ഒരു സഭക്കാർക്കും പറ്റുകയില്ല, ഒരു ബിഷപ്പന്മാർക്കും പറ്റുകയില്ല, ഒരു അഭിഷിക്തന്മാർക്കും പറ്റുകയില്ല. എന്നാൽ യേശു നിനക്ക് തന്ന വാഗ്ദത്തം, ഇത് തിന്നുന്നവൻ, ഇതിൽ നിന്ന് പാനം ചെയ്യുന്നവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഇതിന്റെ ഒരു പ്രവചനം, ഇതിനെക്കുറിച്ചുള്ള വളരെ ഷാഡോ ആയിട്ടുള്ള, നിഴലായിട്ടുള്ള ഒരു പ്രൊഫസി ഐസയ 25, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 25-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത് വീഞ്ഞുകൊണ്ടും ഉള്ള ഒരു വിരുന്ന് തന്നെ. സകല വംശങ്ങളിലും ഉള്ളവരുടെ മൂടുപടങ്ങൾ ആ മുഖത്ത് നിന്ന് അഴിഞ്ഞു വീഴും. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കുകയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ഇതെപ്പോഴാ സംഭവിക്കുന്നത്? അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. മരണമില്ലാത്ത നാട്, മരണമില്ലാത്ത ജനം. Where? In heaven. In heaven. അവിടെ മരണമില്ല, നിന്ദയില്ല, പ്രതിസന്ധിയില്ല, കണ്ണുനീരില്ല. എന്നാൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ, ആ പർവ്വതത്തിൽ എത്തുമ്പോൾ സകല ജാതികൾക്ക് മൃഷ്ടാന ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടാന ഭോജനം കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത് വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങളുമുള്ള വ്യക്തികളുടെ മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ആ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവിടെ അവൻ മരണത്തെ നീക്കിക്കളയും, സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ജനത്തിന്റെ നിന്ന മാറ്റിക്കളയും. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേകത മൂടുപടം അഴിഞ്ഞവരാണ്. ജാതികീയ മൂടുപടങ്ങൾ അഴിഞ്ഞവരാണ്. പാരമ്പര്യത്തിന്റെ മൂടുപടങ്ങൾ അഴിഞ്ഞവരാണ്. ക്രിസ്തുവിലേക്ക്, കർത്താവിലേക്ക് തിരിയുമ്പോൾ ബൈബിൾ പറയുന്നു, മൂടുപടങ്ങൾ മാറിപ്പോകും. മൂടുപടങ്ങൾ മാറിയവർ മാത്രം ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പാപത്തിന്റെ മുഖം മൂടി, തിന്മയുടെ മുഖം മൂടി പരിശുദ്ധാത്മാവ് നിങ്ങൾ എടുത്തു കളഞ്ഞു. In the name of Jesus. ഇത് ഏറ്റവും പവിത്രതയുള്ളതാണ്, ഏറ്റവും വിശുദ്ധിയുള്ളതാണ്. എന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ 25ഓളം വർഷമായി ഞാൻ ഏറ്റവും കൂടുതൽ വിടുതലുകൾ സംഭവിച്ചത് കണ്ടിട്ടുള്ളത് ഈ ശുശ്രൂഷയുടെ മുൻപിലാണ്. കർത്താവിന്റെ മേശ ഒരു സ്ഥലത്ത് സെറ്റായാൽ അവിടെ ആയിരിക്കുന്ന ഭൂതങ്ങളുടെ മേശ മറിഞ്ഞിരിക്കും. We are celebrating the victory of our Lord. ഈ തിരുമേശയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഇതൊരു ജയത്തിന്റെ മേശയാണ്, ഇതൊരു ഓർമ്മയുടെ മേശയാണ്. എന്താണ് ഓർക്കേണ്ടത്? കൊലോസ്യർ 2:14-15 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഈ കഴിഞ്ഞ 2 മാസമായി ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ഭവനത്തിന്റെ മേളിൽ, നിന്റെ ജീവിതത്തിന്റെ മേളിൽ, പ്രത്യേകമായി നിന്റെ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചില വാഴ്ചകളെ, അധികാരങ്ങളെ ഇന്ന് ഈ തിരുമേശയുടെ മുൻപിൽ കർത്താവിന്റെ ആത്മാവ് തൂത്തെറിയുകയാണ്. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി.
ടേബിൾ ഓഫ് റിമെമ്പറൻസ്, ഓർമ്മയുടെ മേശ. ടേബിൾ ഓഫ് വിക്ടറി, വിജയത്തിന്റെ മേശ. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം, കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്. പറഞ്ഞേ, കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്. ഇത് അനുഗ്രഹ പാത്രമാ. ഇത് അനുഗ്രഹിക്കപ്പെട്ടവനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എല്ലാവർക്കും ഇതെടുക്കാമോ? ഇതിനകത്തിരിക്കുന്ന എല്ലാ ആളുകളെയും യേശു സ്നേഹിക്കുന്നു. പക്ഷെ എല്ലാവർക്കും തിരുമേശയിൽ നിന്ന് എടുക്കാൻ പറ്റുകയില്ല. യേശു അപ്പവും മീനും വാഴ്ത്തിയപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അധികം വന്നത് ടേക്കവേ എടുത്തോളാൻ പറഞ്ഞു, പാഴ്സലാക്കി കൊണ്ടുപോയി. കാനാവിൽ പച്ചവെള്ളം മുന്തിരിച്ചാറാക്കിയപ്പോൾ കല്യാണത്തിന് വന്നവൻ എല്ലാം കുടിച്ചു. പക്ഷേ ഈ ശുശ്രൂഷ നടത്താൻ യേശു തന്റെ ശിഷ്യന്മാരെ മാത്രം തനിച്ച് വേറിട്ട് കൊണ്ടുപോയി. ഒരു സെപ്പറേറ്റ് പ്ലേസിൽ, പബ്ലിക്കായിട്ടല്ല യേശു ഈ മിനിസ്ട്രി ചെയ്തേ, സീക്രട്ട് ആയിട്ടാ. കാരണം ഇതെല്ലാം വഴിയെ പോകുന്ന എല്ലാവരും കൊടുക്കാനുള്ളതല്ല. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വിശ്വാസ സ്നാനം കൈക്കൊണ്ട, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ദിസ് ടേബിൾ, ഈ മേശ, ഇതൊരു ബന്ധത്തിന്റെ മേശയാണ്. ഇന്നിതിൽ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്നാനപ്പെടണം. യേശു വരാറായി. സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനല്ല, സംഘടനയുടെ ഭാഗമാകാനല്ല, ക്രിസ്തുവിന്റെ കൂടെ ചേരാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷി നിങ്ങൾക്കുണ്ടാകാൻ. സ്നാനപ്പെടാത്തവരിപ്പുണ്ടെങ്കിൽ ഉടൻ സ്നാനമേൽക്കണം മക്കളെ. ദൈവത്തോട് ചേരണം, ക്രിസ്തുവിനെ ധരിക്കണം, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയിൽ ജീവിക്കണം, സത്യ ദൈവത്തിന് വേണ്ടി ചുവട് വയ്ക്കണം. ഞാൻ ഇന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എൻ്റെ കർത്താവ് എനിക്കൊരു അവസരം തന്നാൽ എനിക്ക് അതിന് ആഗ്രഹം ഉണ്ടെന്നുള്ളവരെന്ന് കൈ ഉയർത്തിയേ. ഐ വിൽ പ്രേ ഫോർ യു. പല ശാപങ്ങളും പൊട്ടാത്തത് ഈ കാരണം കൊണ്ടാണ്. കാരണം സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെന്ന് ഒറ്റ വാക്യമേ ഉള്ളൂ. ഇത്രയും വലിയ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയിട്ട് ഒറ്റ വാക്യം, ആകാശവും ഭൂമിയും ഉണ്ടാക്കി. പക്ഷെ സ്നാനപ്പെടണമെന്നും വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്നും പുതിയ നിയമത്തിൽ മാത്രം 33 തവണയുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മീ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ദൈവം എഴുതി തന്നിട്ടുണ്ട്. ചില ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്, ദൈവം എന്നോട് പറയട്ടെ എന്നിട്ട് ഞാൻ സ്നാനപ്പെടാന്ന്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അപ്പൻ 5 സെന്റ് വസ്തുവും ഒരു വീടും പ്രമാണം എഴുതി കൈ തന്നാൽ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കണോ വീട് എൻ്റെ ആണോ വസ്തു എൻ്റെ ആണോ? അമ്മ എന്നോട് പറയണം വീട് എൻ്റെ ആണോ എന്ന്. ഓൾറെഡി എഴുതി തന്നില്ലേ വീട് നിന്റെ ആണെന്ന്, ഇനി നീ ചോദിച്ചുകൊണ്ടിരിക്കണോ? ഓൾറെഡി നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ എഴുതി തന്നില്ലേ നീ സ്നാനം ഏൽക്കണമെന്ന്, ഇനി ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയണോ? ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞു, വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണമെന്ന്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പിടിച്ച് ഐ വാണ്ട് ടു പ്രേ ഫോർ യു. ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ്? ഒന്ന് എഴുന്നേറ്റ് നിന്നോ. യേശുവേ, വളരെ ആത്മാർത്ഥമായി ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച ഈ പ്രിയ കുടുംബങ്ങളെ, വ്യക്തികളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ബ്ലെസ് ദം ലോർഡ്. ഐ ബ്രേക്ക് ഇറ്റ് ഓൾ ദ കർസസ്. ഐ ബ്രേക്ക് ഇറ്റ് ഓൾ ദ കർസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവരുടെ ശാപങ്ങളെ ക്രിസ്തു മാറ്റുന്നു. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിന്റെ കൽപ്പന അനുസരിപ്പാൻ അവർക്ക് കൃപ ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. Please be seated in the presence of the Lord. Hallelujah. Hallelujah. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യ കാഴ്ചയാക്കി. We are celebrating the victory of Jesus. It's a remembrance. The table of remembrance. Thank you, Jesus.
ഇസ്രായേൽ ജനം രക്തത്തളി ആചരിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടി. അങ്ങനെ രക്തത്താൽ ഉള്ള വിമോചനം, പറഞ്ഞേ, രക്തത്താലുള്ള വിമോചനം. ഈ രക്തത്താലുള്ള വിമോചനം സ്വീകരിച്ച ഒരു കൂട്ടത്തിന്റെ മുൻപിലാണ് ചെങ്കടൽ രണ്ടായത്. രക്തത്താലുള്ള വിമോചനം സ്വീകരിച്ച ഒരു കൂട്ടത്തിന്റെ മുൻപിലാണ് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നത്. രക്തത്താൽ വിമോചനം സ്വീകരിച്ച ഒരു കൂട്ടത്തിന് വേണ്ടിയാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം കൂടെ നിന്നത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ സ്വർഗത്തിന്റെ എല്ലാ പ്രൊവിഷനുകളും നിനക്കുള്ളതാണ്. ഒന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? Miracles is yours. Deliverance is yours. In the name of Jesus. In the name of Jesus. In the mighty name of Jesus.